ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. കൊല്ലത്തേക്കാണ് പോകുന്നത്. നമ്മൾ രാവിലെ 5 മണിക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. പക്ഷേ 5 മണിക്കൊന്ന് പ്ലാൻ ഇട്ടെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പം 7 മണിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിച്ചം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ എണീറ്റിട്ടുണ്ടേ ഉള്ളൂ. അതാണ് ഈ ഒരു ഫേസിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി. ആക്ച്വലി ഫസ്റ്റ് നമ്മളൊരു കല്യാണത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേവ് ഓൾറെഡി ഉറക്കം തൂങ്ങിയിരിക്കുക, കാരണം തലേന്ന് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരത്തെ കല്യാണത്തിന് എത്തിയത് കൊണ്ട് തന്നെ ചെറുക്കനും പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 11:00 11:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ പോയി നല്ല ഒരു അടിപൊളി മട്ടൻ ബിരിയാണി കഴിച്ചു. ഞാൻ ഓൾറെഡി ഒരു മട്ടൻ ലവറാണ്, അതുകൊണ്ട് തന്നെ നല്ല ഒരു അടിപൊളിയായിട്ട് മട്ടൻ ബിരിയാണി കഴിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബിരിയാണി കഴിച്ച് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. കഴിച്ച് ഇനി ഉറങ്ങി വണ്ടി ഉറക്കം പോയി. എന്തൊരു അത്ഭുതം! ഉറക്കം അങ്ങ് ഫുൾ മാറി. ഫുൾ എനർജി, ഫുൾ പവർ. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ട്രാവലേഴ്സും ബസ്സൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാർക്കിങ്ങിൽ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് തന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് താഴോട്ട് ഇറങ്ങി വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ആദ്യമേ കിട്ടുന്ന പാർക്കിംഗ് സ്ലോട്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് പാർക്കിംഗ് സ്ലോട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് സ്ലോട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ കാണുന്നിടത്ത് തന്നെ പോയി ചാടിക്കറി പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടും. ഒരുപാട് പാർക്കിംഗ് സ്ലോട്ട് അവിടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ എത്തിയിട്ടോ, ആദ്യമേ ബോട്ട് ചാടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അല്ലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് ഇടുന്നത്. ഇവിടെ ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിലാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത്. അപ്പം ബേബി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാനും മിച്ചും കൂടെ ഒരു ക്യാപ്പൊക്കെ വാങ്ങിച്ച് റെഡിയായി നിന്നു. ഇപ്പോൾ ഗൈസ്, ഒരാൾക്ക് 150 രൂപ, 2 പേർക്ക് 300 രൂപ. 5 വയസ്സിനുള്ള താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. എങ്ങാനും 5 വയസ്സിന് കള്ളം പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയി എടുക്കണമെങ്കിൽ നല്ല ക്യൂ ആണ്. പെട്ടു പോകാൻ അതിന് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ട് വരും. നോക്കി പിന്നെ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എത്ര കൗണ്ടാണെന്ന് നമ്മളടുത്ത് ചോദിക്കും. ഇപ്പോൾ നമ്മൾ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ 7, 10, 15 രൂപ അങ്ങനെയൊക്കെ ആൾക്കാർ വരുവാണെങ്കിൽ നമ്മൾ കൗണ്ട് പറയുവാണെങ്കിൽ, വലിയ ബോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കയറിപ്പോകാം. നിങ്ങൾക്ക് ഒന്നിച്ച് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൗണ്ട് പറയുവാണെങ്കിൽ വലിയ ബോട്ട് വരുമ്പോൾ അവർ ഒന്നിച്ച് കയറ്റിവിടും. അല്ല നമ്മൾ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കയറ്റിവിടും. അപ്പോൾ നമ്മൾ 2 പേര് ആൾക്കാരുള്ളത് കൊണ്ട് അപ്പോൾ 5 പേരൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ 2 ആൾക്കാരുടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ബേബിയും കൂടെ കയറി. ഇപ്പം ലൈഫ് ജാക്കറ്റൊക്കെ വന്ന് തരും അവർ തന്നെ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നമുക്ക് ബോട്ടിലൊക്കെ കയറി ഇങ്ങനെ കായലൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകണം. ഒരു 5 മിനിറ്റ് അല്ല 6 മിനിറ്റ് 7 മിനിറ്റ് ആ ഒരു ടൈമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ എത്തോട്ടോ. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അവിടെ ഒരു തട്ട് പോലെ അവർ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാനും കയറാനും എളുപ്പമായിട്ട്. അപ്പോൾ അവർ ഇറക്കി അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തട്ടിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് പേടി വരും. ഞങ്ങളുടെ കൂടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, അതിന് ഇറങ്ങാൻ വേണ്ടി പേടിയായിരുന്നു. അപ്പോൾ ബേബി എൻ്റെ കൈ പിടിച്ചിട്ട് ഞാനും മിച്ചുരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് താഴെ വീഴുന്നൊരു പേടി കാരണം ഈ പതിയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ ഒരു മുട്ടിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളം. വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നുമില്ല, ഒരു മുട്ടിൻ്റെ അവിടെ മാത്രം വെള്ളമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇറങ്ങാൻ ഒരു പേടി വരും. ഏഴ് അത് കുപ്പി, അവൻ്റെ കുപ്പി വെള്ളത്തിൽ പോവല്ലേ. കഷ്ടമുടിക്കായലിന്റെ നടുക്കൽ, ഏറ്റവും ആഴം കൂടിയ കായലിന്റെ നടുക്കിൽ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ മിച്ചു ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇല്ല ഇല്ല, മിച്ചുവിന്റെ അരയുടെ മേൾ വശം മാത്രമേ ഉള്ളൂ. ചെസ്റ്റിന് എത്രയും വരെ വരുന്നു. ഇറങ്ങി നേരെ പോകുമ്പോഴത്തേക്ക് ഐ ലവ് സാമ്പ്രാണിക്കുടി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. വലിയ ബെഞ്ചൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വെയിറ്റുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അകത്തേക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കുമാണ് കുറച്ചുകൂടെ വ്യൂ ഉള്ള കാടുകളുടെ നടുക്കൂടെ ഫോറസ്റ്റ്, മാംഗ്രൂവ് ഫോറസ്റ്റോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, മറന്നുപോയി. ആവശ്യം വരുമ്പോൾ ഒന്ന് വായി വരത്തില്ല. ഈ മാംഗ്രൂവ് ഫോറസ്റ്റിനെ കുറിച്ച് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ഇടാം. ഇത് എന്തിനാണ് മെയിൻലി യൂസ് ആവുന്നത്? നമുക്ക് സീഷോറിൽ, കായലിൻ്റെ സൈഡിലൊക്കെയാണ് ഇത് മെയിനായിട്ട് നമ്മൾ വയ്ക്കുന്നത്. അത് എന്തിനാണ്
എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാവോ? നമ്മൾ അതുവഴി നടന്നെത്തി കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കടകൾ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ടേബിളിനകത്ത് കുറച്ച് നമ്മൾ ഈ നെല്ലിക്ക, മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, പിന്നെ സർബത്ത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകൾ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ. ഞാനും ആലോചിക്കുന്നത് വെച്ചാൽ അവരൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ, നമ്മളെന്തെങ്കിലും വാങ്ങും എന്നൊക്കെ ആലോചിച്ചാണല്ലോ അവർ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വെള്ളത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നേരം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞങ്ങളൊരു സർബത്തും കുറച്ച് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന സമയത്താണ് വള്ളത്തിലൊരു യാത്ര എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരാൾക്ക് 100 രൂപ വെച്ച് അവർ അരമണിക്കൂർ നമ്മൾ ബോട്ടിൽ കയറ്റിയിട്ട് നമ്മളെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഇല്ലേ അവിടെ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ കുറച്ച് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ വരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ നമുക്കൊരു ബോട്ട് യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് 100 രൂപയല്ലേ ഉള്ളൂ, അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിലും കയറി കേട്ടോ. അത് നല്ല രസമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം നമുക്ക് ബോട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടൊക്കെ ആസ്വദിച്ച് പോകാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ. കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവാട്ടോ. നമ്മൾ ബോട്ട് യാത്രയൊക്കെ കണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മിച്ചു ഓൾറെഡി ആ ഒരു ഉച്ച മയക്കത്തിലായി കഴിഞ്ഞു. അവർ ഓൾറെഡി ഫുഡ് കഴിച്ച് ഒന്ന് ഉറങ്ങുന്നതാണ്. അപ്പം അത് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ബോട്ടിംഗ് എല്ലാം പോയിട്ട് വന്നു. ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. 1-ാം പോയിന്റാണ് 2-ാം പോയിന്റാണ് കയറിയതെന്ന് നോക്കണം. പിന്നെ പോകുന്നൊരു തൊപ്പി, കണ്ണാടി അത്യാവശ്യമാണ്. നല്ല വെയിലാണ്. പിന്നെ ഡ്രസ്സ്, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല എഴുന്നേക്കും. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് നോക്കിക്കോണം. ഇത് 3 അത്യാവശ്യം. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പ്ലീസ് ഗൈസ് സപ്പോർട്ട് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിക്കുക. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ കുറേ ഷോപ്സ് ഒക്കെ വെക്കുന്നത്. ബേബി ഓൾറെഡി ജീൻസ് ഒന്നും ഇട്ടിട്ടില്ല, നല്ല നല്ല നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ഷോർട്സ് വാങ്ങിച്ചു. 100 രൂപ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഒരു ഷോർട്സ് വാങ്ങിച്ചു. കാരണം നമുക്ക് അതിട്ടുകൊണ്ട് നമുക്ക് യാത്ര തിരിച്ച് എറണാകുളം വരെ എത്താനുള്ളതാണ്. ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാട്ട് എടുക്കാൻ തരാം.